ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമഃ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. കഴിഞ്ഞ ദിവസം 7ാമത്തെ അധ്യായം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. 8ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു അധ്യായമാണ്. കുന്തി മഹാറാണിയുടെ പ്രാർത്ഥന വരുന്ന അധ്യായമാണ്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവരെല്ലാവരും വിട്ടുപോയ വിട്ടുപോയവർക്ക് വേണ്ടി അവർ ദുഃഖിക്കുന്നു. അതിന് ശേഷം അവർ എല്ലാവരും കൂടെ ഗംഗാ നദിയിൽ പോയി അവർ വേണ്ട ശ്രാദ്ധമൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ അധ്യായത്തിൽ അവസാന ശ്ലോകത്തിൽ പറഞ്ഞത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ നമ്മളിനി കാണാൻ പോകുന്നത്. നോക്കാം. സൂത ഉവാച, ശ്ലോകം 1. അതാതേ സംപരേതാനാം സ്വാനാം ഉദഗമിച്ഛതാം ധാത്തും സകൃഷ്ണഗംഗായാം പുരസ്കൃത്യായയൂ സ്ത്രിയഃ. ഞാൻ അംബിക മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 8, ശ്ലോകം 1. സൂത ഉവാച അതതേ സംപരേതാനാം സ്വാനാം ഉദഗമിച്ഛതാം ധാതും സകൃഷ്ണാ ഗംഗായാം പുരസ്കൃത്യ യയൂ സ്ത്രീയഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സൂത ഗോസ്വാമി അരുളി ചെയ്തു, അനന്തരം പാണ്ഡവർ മരിച്ചുപോയ ബന്ധുജനങ്ങൾക്കായി അഭികാമ്യമായ ജലതർപ്പണം നടത്തുവാൻ ആഗ്രഹിക്കാൻ സ്ത്രീജനങ്ങളെ മുന്നിലാക്കി ദ്രൗപദി സമേതരായി ഗംഗയിലേക്ക് ഗമിച്ചു. ഹരേ കൃഷ്ണ. പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഗംഗയിലേക്ക് പോകുന്നതാണ് പറയുന്നത്. പാണ്ഡവരും ദ്രൗപദി മാതയും അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനും കൂടെയുണ്ട്. അവരെല്ലാവരും കൂടെ പോകുന്നു. ശ്രീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, നമ്മുടെ ഈ ഹിന്ദു സമുദായത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ഒരു കസ്റ്റമാണ്. അതായത് ഏതെങ്കിലും പുണ്യനദിയിൽ പോയി നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ വർണ്ണാശ്രമധർമ്മ പ്രകാരം വരുന്ന കാര്യങ്ങളാണ്. ക്ഷമിക്കണം, ശബ്ദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കുട്ടികൾ വീട്ടിലുണ്ട്, അതുകൊണ്ടാണ്. വേറെ കുട്ടികൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പാണ്ഡവരും അതെല്ലാം വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരും ഫോളോ ചെയ്യുന്നു. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ ദ്വാരകയിൽ ഭഗവാന്റെ ലീലകൾ വരുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്നു, ഭഗവാനും എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അതായത് ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ അല്ലെങ്കിൽ വർണ്ണാശ്രമധർമ്മ പ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ എന്താണോ അതെല്ലാം അദ്ദേഹവും ചെയ്തു വന്നിരുന്നു. അപ്പോൾ പാണ്ഡവരും അതേ ഒരു കാര്യം ചെയ്യുന്നത് ഇവിടെ കാണാൻ സാധിക്കും. കൂടെ ഭഗവാനുണ്ട്. ഇനി 2ാമത്തെ ശ്ലോകം. തേ നിനിയോദകം സർവേ വിലപ്യാചാഭൃശം പുനഃ ആപ്ലൂതാ ഹരിപാദാബ്ജ രജപൂതാ സരിജ് ജലേ. ജി കെ നായർ പ്രഭു. പ്രഭു എത്തിയോ വീട്ടില്? ഓക്കെ, പിന്നെ അടുത്ത് വായിച്ചോളൂ. രത്നമാതാജി വായിക്കൂ. ഓക്കെ, പ്രീത മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. തേ നിനിയോദകം സർവേ വിലപ്യാച്ഛാദൃശം പുനഃ ആപ്ലുതാ ഹരിപാദാബ്ജ രജപൂതാ സരിജ്ജലേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. പിതൃക്കൾക്ക് ഗംഗാജലം അർപ്പിക്കുകയും അവരെയോർത്ത് അത്യന്തം വിലപിക്കുകയും ചെയ്ത ശേഷം അവർ ഭഗവാന്റെ പാദധൂളി കലർന്ന കാരണത്താൽ പവിത്രമായ ഗംഗാ നദിയുടെ ജലത്തിൽ വീണ്ടും സ്നാനം ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു.
സൗണ്ട് ഇല്ല പ്രഭു, സോറി. മൈക്ക് മ്യൂട്ടായിരുന്നു. ക്ഷമിക്കണം. അവരെല്ലാവരും കൂടെ ഗംഗാ നദിയിൽ പോയി വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, എടുത്തു പറയുന്നു, ഗംഗാ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ തൃപ്പാദങ്ങൾ കഴുകിയിട്ടുള്ള ആ ചരണാമൃതമാണ് അല്ലേ? അത് നമുക്കറിയാം. എങ്ങനെയാണോ ആ വാമനദേവൻ്റെ ലീലയിൽ നമ്മൾ കാണുന്നുണ്ട്, വാമനദേവൻ്റെ തൃപ്പാദങ്ങൾ കഴുകിയിട്ടാണ് ഗംഗാ നദി താഴോട്ട് ഗർഭോദക സമുദ്രത്തിൽ നിന്ന് താഴെ ഈ ഭൗതിക ലോകത്തിലേക്ക് ഗംഗാ നദി വരുന്നത് അങ്ങനെയാണ്, ഉത്ഭവം അങ്ങനെയാണ്. പിന്നീട് താഴോട്ട് വരുന്നു. അതിന് കുറേ കഥകളുണ്ട്. നമ്മൾ ഭാഗവതത്തിൽ വേറെ സെക്ഷനിൽ നമ്മളിതെല്ലാം പഠിക്കും മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ഗംഗാ നദി പവിത്രമാണ്. എന്നാൽ ഇവിടെ അതാണ് പറയുന്നത്, ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ പാദങ്ങളിലെ ഹരിപാദാബ്ജ് രജ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടി അല്ലെങ്കിൽ ഡസ്റ്റ്. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിലെ ആ പൊടിയെന്ന് ഉദ്ദേശിക്കുന്നത്, ഡസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. നമ്മുടെ കാലിലെ പൊടി പോലെയല്ല. അപ്പോൾ ഭഗവാന്റെ ആ ഒരു മഹാകാരുണ്യമാണ്, മഹാകൃപയാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലുള്ളത്. നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ എന്താണോ ഉള്ളത് എന്നുള്ളത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു വലിയൊരു ഡിസ്കഷനൊക്കെ നടത്തിയിരുന്നു. ഈ ക്ലാസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിലും വേറെ ഏത് ക്ലാസ്സിലാണെന്ന് ഓർമ്മയില്ല. എന്നാലും ഭഗവാന്റെ പാദങ്ങളുടെ സവിശേഷത എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ പാദധൂലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒരുപാട് ഭക്തർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. ഭഗവാന്റെ പാദങ്ങള് ഭക്തരുടെ മനസ്സിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് ഭക്തർ പറഞ്ഞിരുന്നു എന്ന് അവസാനം നമ്മൾ എന്നിട്ട് ചർച്ച ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇതാരാ കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞതാരാണ്? സീനമാതാജി. അപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെയാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതൊന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. ഓക്കെ, അപ്പോൾ കേട്ടിട്ടുണ്ട്, കുറച്ച് പേര് കേട്ടിട്ടുണ്ട്. ശരി, എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, തൃപ്പാദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊന്നുമില്ല, അവിടെ എല്ലാം ഉണ്ട്. എന്നാൽ നമ്മൾ അന്ന് ചർച്ച ചെയ്ത വിഷയം കൃഷ്ണപ്രേമത്തെക്കുറിച്ചായിരുന്നു. ഗോപിമാരുടെ ഹൃദയത്തിലാണ് ഭഗവാന്റെ അല്ലേ, യത്തേ സുജാത ചരണാംബുരുഹം സ്തനേഷു ഗോപിഗീതത്തിൽ പറയുന്നു. അതനുസരിച്ചിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഗോപികമാരുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ, കൃഷ്ണപ്രേമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കൃഷ്ണപ്രേമത്തിൻ്റെ ധൂലി ഗോപികമാരുടെ ഹൃദയത്തിലുള്ളത് ഭഗവാന്റെ ചരണധൂലിയിൽ അലിയുന്നു. അങ്ങനെ ആ ചരണധൂലി ഇവിടെ ഗംഗയിലും മിക്സായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു, നല്ലപോലെ കേൾക്കാം. ഓക്കെ, ക്ഷമിക്കണം. യെസ്. അപ്പോൾ ഗംഗാ നദിയിൽ ഭഗവാന്റെ പാദധൂലി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. പാദധൂലിയിൽ എല്ലാം ഉണ്ട്. അതിൽ നമ്മൾ പ്രത്യേകിച്ചും എടുത്തു പറയുന്നു കൃഷ്ണപ്രേമത്തെക്കുറിച്ച്. പരിശുദ്ധ ഭക്തരുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധ ഭക്തി അല്ലെങ്കിൽ ആ പ്രേമം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലുണ്ട് എന്നുള്ളത്. മാത്രമല്ല എല്ലാവരുടെയും ആശ്രയമാണ് ഭഗവാന്റെ തൃപാദങ്ങൾ. ഇതെല്ലാം നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നു, അങ്ങനെയുള്ള ഗംഗാ നദിയിലാണ് അവർ കുളിക്കുന്നതും പിന്നെ മറ്റുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി നോക്കാം 3-ാമത്തെ ശ്ലോകം. തത്രാസിനം കുരു പതിം ധൃതരാഷ്ട്രാം സഹാനുജം ഗാന്ധാരിം പുത്ര ശോകാർത്താം പൃതാം കൃഷ്ണാം ച മാധവഃ. ഓക്കെ, ഓക്കെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രാസീനാം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരിം പുത്രശോകാർത്താം പ്രധാം കൃഷ്ണാം ച മാധവഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്.
കുരുവംശാധിപനായ മഹാരാജാവ് യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കൾ ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി, ദ്രൗപദി തുടങ്ങിയവരൊക്കെ ശോകാധിക്യത്താൽ നദീതീരത്തിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ അങ്ങനെ എല്ലാവരും ഉണ്ട്, പാണ്ഡവരെല്ലാവരും ഉണ്ട്. ദ്രൗപദി മാതയുണ്ട്, കുന്തി മഹാറാണിയുണ്ട്, ഗാന്ധാരിയുണ്ട്, ധൃതരാഷ്ട്രമുണ്ട്, പാണ്ഡവരുണ്ട്, എല്ലാവരും ഉണ്ട്. കൂടെ ആരാണുള്ളത്? ഭഗവാൻ കൃഷ്ണനുമുണ്ട്. എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നു. ഗംഗയിൽ പോയി കുളിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ എല്ലാവരും ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരിക്കുന്നു. എല്ലാവരും അതിൽ ഇവരുടെ തന്നെ ബന്ധുജനങ്ങളായിട്ട് ഒരുപാടുണ്ട്. ഒന്നാമത് കൗരവരും പാണ്ഡവരും ബന്ധുക്കളാണ്, അല്ലേ? അപ്പോൾ അവരെല്ലാവരും ഫാമിലി ആയതുകൊണ്ടും പിന്നെ അതല്ലാതെയും വേറെ ആളുകളും മരിക്കുന്നുണ്ട്. അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ട് കൂട്ടരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരെയും മരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഇവർക്ക് ഒരുപാട് വിഷമമാണ്. ആ വിഷമം ഇവിടെ കാണുന്നു, പറയുന്നു. അതിൽ ഭഗവാനും പങ്കുകൊള്ളുന്നുണ്ട്. ഇതാണ് ഇതിലെ ഹൈലൈറ്റ്. അപ്പോൾ ഭഗവാൻ പരമദൈവത്വം പുരുഷൻ ഭഗവാൻ കൃഷ്ണന് ഇതിൽ എന്താണ് റോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഇപ്പോൾ ഒരു നരബത് ലീല ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഈ ഭൗതിക ലോകത്തിലേക്ക് അദ്ദേഹം അവതാരമെടുത്ത് വരുമ്പോൾ ഇവിടെയുള്ള കാര്യമനുസരിച്ച് അത് പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ക്ഷത്രിയൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാണ്ഡവരുടെ കൂടെ നിന്ന് അവരുടെ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം ആയുധം എടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ റോൾ അങ്ങനെയായിരുന്നു, അല്ലേ? ദ്വാരകയിൽ നിന്ന് വരുന്ന കൃഷ്ണനാണ്. അപ്പോൾ ഭഗവാൻ വേണ്ടതായിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർണ്ണ ആശ്രമധർമ്മ പ്രകാരമുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി അത് കൂടെ തന്നെ നിന്ന് എല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു, അദ്ദേഹവും ചെയ്യുമായിരുന്നു. ഇവിടെ പറയുന്നു, പ്രത്യേകിച്ചും എടുത്തു പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ്റെ ബന്ധം പാണ്ഡവരോടുള്ള സ്നേഹവും കുന്തി മഹാറാണിയോടുള്ള സ്നേഹവും ഒക്കെ അത് ഇവിടെ എടുത്ത് കാണിക്കുന്നു. അദ്ദേഹം അവരുടെ കൂടെ തന്നെ നിന്ന് അവരെ വേണ്ട രീതിയിൽ സമാധാനിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് വേറൊരു പാഠം കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ പല ആളുകളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ മരിക്കുന്നതും വിട്ടുപോകുന്നതുമൊക്കെ നമുക്കറിയാം, അല്ലേ? അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ വേറെ ആളുകൾ എല്ലാവരുടെ വീടുകളിലും ഇത് സംഭവിക്കുന്നതാണ്, അല്ലേ? യുദ്ധത്തിൽ മരിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ മരണം എല്ലാവരുടെ വീട്ടിലും നടക്കുന്നുണ്ട്. മരണമില്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല, ഒരു കുടുംബം പോലും ഇല്ല. അപ്പോൾ ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് ഈ മരണമൊക്കെ ഒരുപാട് അവരെ ബാധിക്കും. അതായത് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമമൊക്കെ നല്ലോണം ഉണ്ടാവും. മാത്രമല്ല ഒരുപാട് കരച്ചിലും അല്ലെങ്കിൽ ഒരുപാട് വിഷമവും കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ, ചിലപ്പോഴൊക്കെ വർഷങ്ങളോളം ആളുകളുടെ വിഷമം നിൽക്കുന്നത് കാണാം. അപ്പോൾ എന്തായാലും ഒന്ന് ഓർക്കണം, ഇവിടെ ഇതേ ഭഗവാൻ തന്നെ ഇവിടെ ഇപ്പോൾ ഇവരുടെ കൂടെ നിന്ന് അദ്ദേഹവും കരയുന്നു. പാണ്ഡവരുടെ കൂടെയും ധൃതരാഷ്ട്രയും ഗാന്ധാരിയുടെയും കൂടെ നിന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇവിടെ കരയുകയാണ് ചെയ്യുന്നത്, അല്ലേ? കൂടെ നിന്ന് ആ വിഷമത്തെ അദ്ദേഹം കണ്ടുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ കൂടി. ഇവിടെ ഭഗവത്ഗീത ഉപദേശിക്കുന്നില്ല. ഒന്ന് ഓർക്കണം, ഇതേ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഭഗവത്ഗീത ഉപദേശിച്ചത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് അർജുനൻ്റെ മുമ്പിൽ, അല്ലേ? അർജുനന് പറഞ്ഞു കൊടുത്തത്. സിറ്റുവേഷൻ നോക്കണം, രണ്ടും വ്യക്തി മാറിയിട്ടില്ല. അതേ വ്യക്തി തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് പറയുന്നത്. അത് റിസീവ് ചെയ്യാനുള്ളത് പാണ്ഡവപക്ഷത്തിലുള്ള അർജുനനുമുണ്ട്. അപ്പോൾ ആളുകൾ മാറിയിട്ടില്ല, എന്നാൽ സാഹചര്യം മാറി. അപ്പോൾ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മൾ ഇങ്ങനെ ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഭഗവാൻ കൂടി അവരെ സമാധാനിപ്പിക്കുന്നു. നോക്കൂ, ഇവിടെ പറയുന്നു ഭഗവാന്റെ കണ്ണിലും കണ്ണുനീരുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഭഗവാൻ തത്വം അറിയാഞ്ഞിട്ടാണോ? ആരാണത്? പരമദ്യോത്തമ പുരുഷൻ ഭഗവാനാണ്. ഭഗവത്ഗീത കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഉപദേശിച്ച അതേ ഭഗവാൻ തന്നെ. ഓ അർജുന, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ ശരീരമല്ലേ നശിക്കുന്നുള്ളൂ, ആത്മാവിന് നാശമില്ല എന്ന് പറഞ്ഞ് 2-ാമത്തെ അധ്യായത്തിലെ
11-ാമത്തെ ശ്ലോകം മുതൽ അദ്ദേഹം പറയുന്നതാണ് 30-ാമത്തെ ശ്ലോകം വരെ തത്വം, ജീവാത്മാവിൻ്റെ തത്വം. അല്ലെങ്കിൽ ജീവ എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ മാറ്ററും സ്പിരിറ്റും, ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കൾ എന്താണ്, അതേപോലെ ആത്മാവ് എന്താണ് എന്നുള്ള ആ വ്യത്യാസം അദ്ദേഹം വളരെ കറക്റ്റായിട്ട്, വളരെ ക്ലിയറായിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എന്തിനു പറയണം, അർജുനൻ ഈ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷമങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഭഗവാൻ അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കുന്ന രീതി തുടങ്ങുന്നത് തന്നെ അർജുനോട് ചോദിക്കുന്നത്, എവിടെ നിന്ന് കിട്ടി നിനക്കിതെല്ലാം? ഒന്ന് ചീത്ത പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒന്ന് അദ്ദേഹത്തെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തുടങ്ങുന്നത്. അതായത് എവിടെ നിന്ന് കിട്ടി നിനക്കിതെല്ലാം? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നു? നീ എല്ലാ അറിവുള്ള വ്യക്തിയാണ്, നീ എല്ലാം അറിവുള്ള വ്യക്തി ചിന്തിക്കേണ്ട രീതിയാണോ അത്? നിനക്കെന്താ തത്വങ്ങൾ അറിയില്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് തത്വം മുഴുവനും പറഞ്ഞു കൊടുക്കുന്നു. അതേ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഇവിടെ. അപ്പോൾ അതാണ് കോൺട്രാസ്റ്റ്. അപ്പോൾ കോൺട്രാസ്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ചിട്ടാണ് പെരുമാറേണ്ടത്. ദേശകാല പാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സമയവും കാലവും അനുസരിച്ച് ആ ഫ്ലെക്സിബിലിറ്റി നമുക്ക് വേണം. ആ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി എന്താണോ ആ സമയത്ത് ആ സാഹചര്യത്തിൽ അനുയോജ്യമായിട്ടുള്ളത് അതാണ് ചെയ്യേണ്ടത്. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു ചില സമയങ്ങൾ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും, ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുജനങ്ങളിലെ ആരെങ്കിലും മരിച്ചു, അപ്പോൾ അവരുടെ കുടുംബത്തിൽ അതിൻ്റെ വിഷമം, ആ ഫാമിലിയിൽ അവരുടെ ഫാമിലിയിൽ അതിൻ്റെ വിഷമം കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ അവരുടെ റിലേറ്റീവാണ്, നമ്മൾ അവിടെ പോകുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ബാക്കി അവിടെ ചെയ്യേണ്ട കർമ്മങ്ങളിലൊക്കെ കൂടുന്നു, മാത്രമല്ല അവിടെ വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. കൂട്ടത്തിൽ നമ്മൾ സമാധാനിപ്പിക്കുക, അവരെ വിഷമിച്ചിരിക്കുന്നവരെ സമാധാനിപ്പിക്കുക എന്നുള്ളൊരു ചുമതലയും കൂടെ നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഭഗവത്ഗീത തത്വങ്ങളൊക്കെ ആ സമയത്തല്ല ഇതെല്ലാം പുറത്തേക്ക് നമ്മൾ എടുക്കേണ്ടത്. തത്വങ്ങൾ ഉപയോഗിക്കാം, പറയേണ്ട രീതിയിൽ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ ആ ഒരു വേദനിച്ചിരിക്കുന്ന സമയത്ത്, എന്തിനാണ് വേദനിക്കുന്നത്, എന്തിനാണ് കരയുന്നത്, ശരീരമല്ലേ പോയിട്ടുള്ളൂ, ആത്മാവാണെന്ന് അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ, ഒന്നാമത് ഭക്തിമാർഗത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയും കൂടെയാണെങ്കിൽ, ഇനി ഉണ്ടെങ്കിൽ പോലും ആ സിറ്റുവേഷനിൽ അവർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ പറയുന്ന അവരുടെ ആ സമയത്ത് അവർക്ക് വേണ്ടത് കൈപിടിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് സമാധാനിപ്പിക്കുന്നു. അതിൽ അവർക്ക് ഒരുപാട് സമാധാനം കിട്ടും. എന്നാൽ അതേ വ്യക്തി ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് വേണ്ടത് എന്താണോ അത് നമ്മൾ ചെയ്തിരിക്കണം. അതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ അറിയുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ കുറേ തത്വങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനിക്ക് വിഷമമൊന്നുമില്ല, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ പാടില്ല, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, ഈ ഒരു ആറ്റിറ്റ്യൂഡല്ല, ഇത് ഭക്തിയല്ല. ഇതൊരു ബുദ്ധിയുള്ള ഭക്തൻ ചെയ്യേണ്ടതല്ല. ഭക്തരെന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടാവണം. അതാണ് ദദാമി ബുദ്ധിയോഗം ഭഗവാൻ പറയുന്നത്. വേണ്ട സമയത്ത് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നുള്ളത് ഭഗവാൻ നിർദ്ദേശിക്കും. ഭഗവാന്റെ ഒരു ഉപദേശം നമുക്കുണ്ടാവും. അതെങ്ങനെ സാധിക്കുന്നു? ഭക്തനായെങ്കിൽ. ഭക്തി സേവനങ്ങൾ ആത്മാർത്ഥയോടുകൂടി ചെയ്യുന്നവർക്കാണ് അത് ബുദ്ധി ഭഗവാൻ നമുക്ക് ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് എവിടെ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇതേപോലെ തന്നെ ഒരു സാഹചര്യം നമ്മൾ അടുത്ത അധ്യായത്തിൽ, 9-ാമത്തെ അധ്യായത്തിൽ ഭീഷ്മ പിതാമഹൻ്റെ ഒരു സ്റ്റോറി വരുന്ന സ്ഥലത്ത് അതിൻ്റെ തുടക്കത്തിൽ ഉള്ള ശ്ലോകങ്ങളിൽ നമ്മൾ പറയും. അവിടെയും നമ്മൾ ചർച്ച ചെയ്യും. ആ സമയത്ത് നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നാലും ഇവിടെ പറയുന്നു, അപ്പോൾ ദേശകാല നോക്കിയിട്ടാണ് ഭഗവാൻ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നു, അതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ ഓർക്കേണ്ടതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന്. അടുത്ത ശ്ലോകം. സ്വാന്ത്വയാം ആസമുനിഭിർ ഹതാ ബന്ധൂൻ സുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. ജയദായിനി മാതാജി വായിക്കൂ. മാതാജി കേൾക്കുന്നില്ല. മാതാജി വായിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നില്ല, ഞങ്ങൾക്ക് കേൾക്കുന്നില്ല.
മ്യൂട്ടാ. ആ സാന്തയാന്മാസ മുനിഫേർ ഹതബന്ധൂൻ സുപാർത്ഥിതാം പൂജിച്ചു കാവ്യസ്യ ഗതിന്ദം വിവർത്തനം കൂടെ വായിക്കൂ. വിവർത്തനം. ശീലപ്രഭാത് കി ജയ്. സർവശക്തന്റെ കർശന നിയമത്തെയും ജീവാത്മാക്കളിൽ അവയുടെ പ്രത്യാഘാതങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും മുനിമാരും ദുഃഖിതരും അഭിഘാതരുമായവരെ സാന്ത്വനിപ്പിക്കാൻ ആരംഭിച്ചു. ഇതാണ്. താങ്ക് യു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ നോക്കൂ. ഭഗവാൻ കൃഷ്ണനും ബാക്കിയുള്ള അവിടെയുള്ള മുനിമാരും എല്ലാവരും കൂടെ പാണ്ഡവരെയും അവിടെ ബാക്കിയുള്ള ധൃതരാഷ്ട്രരോടും ഗാന്ധാരി എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. ഓൾറെഡി നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഭഗവാൻ ഈ ഒരു സമയം അനുസരിച്ച് സമയത്ത് വേണ്ടതായിട്ടുള്ള കാര്യം എന്താണോ അതാണ് ചെയ്യുന്നത്. ഇവിടെ ഉപദേശങ്ങൾ ഇല്ല, ഇവിടെ സമാധാനിപ്പിക്കലാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു ഭക്തനെ സംബന്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്, സംശയമില്ലാത്ത. നമ്മൾ എത്ര തത്വങ്ങൾ പഠിച്ചു, ഭഗവത്ഗീത ഭാഗവതം കാണാതെ പഠിച്ചു എന്നുള്ളതിലല്ല, അത് എപ്പോൾ എങ്ങനെ അതിനെ പ്രയോഗിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സാഹചര്യം നോക്കിക്കൊണ്ട് അല്ലേ. അപ്പോൾ ഈവൻ നമ്മൾ 10 നാമാപരാധത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. വിശ്വാസമില്ലാത്ത ആളുകൾക്ക്, അവിശ്വാസികൾക്ക് നമ്മൾ നാമം പറഞ്ഞു കൊടുത്താൽ അവർ നാമത്തെ തുച്ഛമായിട്ടും പുച്ഛമായിട്ടും കാണും. അങ്ങനെ അവർ നാമത്തെ പുച്ഛിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപരാധം നമുക്ക് വരുമെന്നുള്ളത് അല്ലേ. അപ്പോൾ അതാണ്, ഇതെല്ലാം തത്വങ്ങളെല്ലാം പറയേണ്ട സമയത്ത് സാഹചര്യം ശരിയാണെങ്കിൽ അത് കേൾക്കുന്ന വ്യക്തി, റിസീവ് ചെയ്യാൻ പോകുന്ന വ്യക്തി ഇത് സ്വീകരിക്കാനുള്ള, റിസീവ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യത്തിലാണോ ഒരു മനോഭാവത്തിലാണോ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതെല്ലാം നോക്കിക്കൊണ്ട് ആയിരിക്കണം നമ്മുടെ പ്രചരണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് ചില സമയത്ത് വിപരീതമായിട്ടുള്ള ഒരു റിസൾട്ട് തരും. മാത്രമല്ല ചിലപ്പോൾ അത് നാമത്തെക്കുറിച്ചൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി അവരിൽ നിന്ന് അവരെ കൊണ്ട് അപരാധം പറയിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് അപരാധം തോന്നിപ്പിക്കുകയോ ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കരുത്. അതാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, പരമദിവോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ്റെ നിയന്ത്രണത്തിലാണ്, കൺട്രോളാണ് ഈ ലോകത്തുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമുക്കറിയാം, മയാ ദക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടെ പഠിക്കുന്നു, പ്രഭുപാദ് ഇവിടെ എടുത്തു പറയുന്നു. അപ്പോൾ ജീവജാലങ്ങളെല്ലാം എല്ലാവരും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ എടുത്തു പറയുന്നു. ഇപ്പോൾ ഭഗവാനാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഭഗവാന്റെ കൺട്രോളിലാണ് ഇതെല്ലാം ഉള്ളത്. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ നിയമങ്ങളും യമനിയമങ്ങളും ഒക്കെ ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഇവിടെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും. ശ്രീല പ്രഭുപാദി പറയുന്നത്, ഈ ലോകത്ത് ഇരിക്കുന്നിടത്തോളം കാലം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. അങ്ങനെ അത് പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കൃപയോടുകൂടി നമുക്ക് ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഉണ്ടാവും. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കാലത്ത് നമ്മൾ ഇവിടെയുള്ള എന്താണോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടത് അതെല്ലാം ഫോളോ ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ നമ്മൾ പ്രോപ്പർലി അനുസരണയോടുകൂടി അത് ചെയ്യുമ്പോൾ ഭഗവത് കൃപ നമുക്ക് വരുന്നു. അതോടുകൂടി ഈ ലോകത്തിൽ നിന്നേ രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. അൾട്ടിമേറ്റ്ലി നമ്മളെ പ്രേമപൂരിതമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എത്തിക്കുന്നു. അതാണ്. അപ്പോൾ അത്രമാത്രം സാധിക്കും ഇതെല്ലാം. അതായത് ഇതൊരു വെറും ഒരു ഭൗതിക ലോകത്തിലെ ഒരു നിയമങ്ങളാണ്, ഇതൊന്നും എനിക്ക് ബാധകമല്ല. നമ്മൾ പലപ്പോഴും ഇനി അങ്ങനെയും ഒരു ചിന്ത വരാം ഒരു പക്ഷേ, ഞാനൊക്കെ ഈ ഒരു സ്റ്റേജ് കടന്നുപോയി, ഞാനൊക്കെ വല്ലാതെ മുന്നോട്ട് പോയി എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ, ഭക്തിയിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിലോ ഇതൊന്നും എന്നെ ബാധിക്കില്ല, ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളല്ല. ആളുകൾ വരുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, അത് കുടുംബത്തിലെ ആളുകളാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആരാണെങ്കിലും കുഴപ്പമില്ല. അതായത് ഒരു നിർവികാരനായിട്ടുള്ള ഒരു രീതിയിൽ, അതല്ലെങ്കിൽ കഠിന ഹൃദയനായി മാറുന്നു എന്നുള്ളത് അത് അപകടമാണ്. കഠിന ഹൃദയമല്ല ഭക്തി. കഠിന ഹൃദയം ഉണ്ടെങ്കിൽ അത് ഭക്തിക്ക് അനുകൂലമല്ല, ശരിക്കും പ്രതികൂലമാണ്. ഭക്തിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ
എത്രമാത്രം കഠിനഹൃദയനാവുന്നു എന്നുള്ളതല്ല. ഭഗവാൻ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിൽ അവസാനം പറഞ്ഞു, അർജുനനെ കുറിച്ച് പറയുന്നുണ്ട്. അർജുനൻ്റെ ഈ മൃദുല ഹൃദയനായിട്ടുള്ള അർജുനൻ ഇപ്പോൾ ശരിക്കും ഭഗവാന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാപ്തി ആയി ഇരിക്കുന്ന ഒരു പക്വാവസ്ഥയിലാണുള്ളത്. അതായത് ഇങ്ങനെയുള്ള മൃദുല ഹൃദയമുള്ളവർക്കാണ് ഭക്തിയുത സേവനങ്ങൾ ഭഗവാനെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും കേൾക്കുവാനും ഉപദേശങ്ങൾ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഠിന ഹൃദയക്കാർക്ക് സാധിക്കില്ല. അപ്പോൾ മൃദുല ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് അതായത് ഭഗവാന്റെ ഹൃദയം അല്ലെങ്കിൽ ഭഗവാൻ വെണ്ണ കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ ഹൃദയവും എല്ലാം മൃദുലമാണ്, ബട്ടർ പോലെയാണ്, വെണ്ണ പോലെ മൃദുലമാണ്. അപ്പോൾ നമ്മൾ അതേപോലെ മൃദുല ഹൃദയനാവുന്നു. ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും അതേപോലെ ആവും. എന്നാൽ അതിൻ്റെ അർത്ഥം മൃദുല ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് വളരെയധികം ഇമോഷണൽ ആവുക എന്നുള്ളതല്ല. എന്തെങ്കിലും പറയുമ്പോഴേക്കും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നു, ഇതല്ല അതിൻ്റെ സൈൻ. മൃദുല ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഒരു കാരുണ്യം വേണം. അത് മനുഷ്യരോട് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളോടും ഒരു കൃപയും കാരുണ്യവും നമുക്ക് തോന്നണം. കൂട്ടത്തിൽ വേണ്ട സമയങ്ങളിൽ എവിടെയാണോ നമുക്ക് ആളുകളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ അവർ ഇമോഷണലി ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു കാര്യത്തെ, അവരുടെ അവസ്ഥയെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അത് മൃദുല ഹൃദയമുള്ളവർക്കേ സാധിക്കുള്ളൂ. കഠിന ഹൃദയമുള്ളവർക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കൂടെ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വേദനയാവട്ടെ അല്ലെങ്കിൽ എന്ത് വികാരമാവട്ടെ, ആ ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണം നമ്മൾ വേദനക്കാരെയും ഇവിടെ വിയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് അവരുടെ ഉള്ളിൽ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ ഹൃദയമുള്ള ഒരാൾക്ക് സാധിക്കില്ല. അത് മനസ്സിലാക്കി അവർക്ക് ആ സമയത്ത് എന്ത് വേണോ ആ സമയത്ത് അവരെ സമാധാനിപ്പിക്കുന്നത് എന്താണോ അതാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ സാധിക്കും. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഹാർട്ടൻഡ് ആവുക എന്നുള്ളതല്ല ഇതല്ല ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം. നമ്മൾ കൂടുതൽ തത്വങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അവസാനം കൂടുതൽ ഭഗവത്ഗീത പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഒരു വികാരവും ഇല്ലാത്തൊരവസ്ഥ. അത് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല, മരിക്കട്ടെ നടക്കട്ടെ, അങ്ങനെയല്ല അതല്ല അതിൻ്റെ ഒരു സൈൻ. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല. ഓക്കെ, ശരി, മരണങ്ങളും മറ്റുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ വളരെ ബോൾഡായി അതിനെ നമ്മൾ ഫേസ് ചെയ്യുന്നു, വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. എന്നാൽ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ആളുകളോട് ഡീല് ചെയ്യാനും നമ്മൾ സാധിക്കണം. അപ്പോഴാണിത് കംപ്ലീറ്റ് ആവുന്നത്. ആളുകളോട് ഡീൽ ചെയ്യാൻ അറിയില്ല, നമ്മൾ ഒരുപാട് തത്വങ്ങൾ പഠിച്ച് ഈ പറയുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തനായ ഒരു അവസ്ഥയായി എന്ന് വെക്കുക. പക്ഷെ ആളുകളോട് ഡീൽ ചെയ്യാൻ അറിയില്ല, വൈഷ്ണവരോട് ഡീൽ ചെയ്യാൻ അറിയില്ല, വൈഷ്ണവരുടെ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇമോഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അവരെ സഹായിക്കാനോ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെന്താണ് പ്രയോജനം? പ്രയോജനം പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഭക്തിയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഭക്തിയിൽ മെച്യൂർ ആവുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. ഓക്കെ, എനിക്കിനി അല്ല, ചിലപ്പോൾ ഇതൊക്കെ ആളുകൾ പറയുന്നതാണ്. അതായത് ഇപ്പോൾ അറിയില്ല പ്രഭു, അതായത് മരണം സംഭവിക്കുന്നു വീട്ടിൽ, പക്ഷേ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല. അഭിമാനത്തോടു കൂടി പറയുകയാണ് അവർ. നല്ല കാര്യമാണ്, ഭഗവത്ഗീതയിലെ തത്വം ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഓർക്കണം, അത് ഇൻറ്റേർണലി നമ്മൾ ശരിയാണ്, ഇൻറ്റേർണലി ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു തത്വങ്ങളും കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ ചില സമയത്ത് നമ്മളത് പുറമേ എക്സ്പ്രസ് ചെയ്യാനും പാടില്ല. ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പം നമ്മൾ നോക്കി സമയവും സാഹചര്യമൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കുക,
നമ്മൾ വെറും ഒരു മരം പോലെ ജഡമായി മാറാനല്ല ഇതെല്ലാം ചെയ്യുന്നത്. ജഡമായിട്ടോ അല്ലെങ്കിൽ ഒരു ഭക്തനെന്ന് ഉദ്ദേശിക്കുന്നത്, ഭക്തിയിലെ പുരോഗതി എന്ന് പറയുന്നത് ജഡമായി മാറും, ജഡഭരതനെ പോലെ ആവുന്നു എന്നുള്ളതല്ല. പ്രോപ്പറായിട്ടുള്ള എങ്ങനെയാണോ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നോക്കൂ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീല നോക്കിക്കഴിഞ്ഞാലും മഹാപ്രഭു ഇതേപോലെ തന്നെ മഹാപ്രഭുവിൻ്റെ ലീലയിലും ആവശ്യമുള്ള സമയത്ത് ശ്രീവാസ് ഠാക്കൂറിൻ്റെ മകൻ മരിക്കുന്ന സമയത്ത് ശ്രീവാസ് ഠാക്കൂർ കരയുന്നില്ല, പറഞ്ഞില്ല. അവിടെ കീർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു, കീർത്തനത്തിന് വിഘ്നം സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ മകൻ മരിച്ചു എന്ന കാര്യം പോലും പറഞ്ഞില്ല മഹാപ്രഭുവിനോട്. അപ്പോൾ അതിനുശേഷം മഹാപ്രഭുവിന് കീർത്തനത്തിൽ ഒരു ആനന്ദം കിട്ടാതെ വരുമ്പോൾ അദ്ദേഹം ചോദിക്കും, എന്തോ ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, അമംഗളമായിട്ടുള്ള എന്തോ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2-3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നു ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാപ്രഭു വീണ്ടും നിർത്തുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ മഹാപ്രഭു നിർത്തി. എന്നിട്ട് പറഞ്ഞു, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ആരോ അവിടെ പറയുന്നത് ശ്രീവാസിൻ്റെ മകൻ മരിച്ചു. അപ്പോൾ മഹാപ്രഭു ഷോക്കായി ചോദിക്കുന്നു എപ്പോൾ സംഭവിച്ചു? കുറച്ച് നേരം മുമ്പ്. എന്നിട്ട് ശ്രീവാസ് ഠാക്കൂർ അവിടെ നിന്ന് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീവാസ്, എന്താണ് നീ ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്താ നീ ഇങ്ങനെ? മഹാപ്രഭു, എന്താണ് നീ ഇങ്ങനെ? അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്നോട്? അപ്പം ശ്രീവാസ് ഠാക്കൂർ കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ഈ ഒരു കീർത്തനത്തിൽ ഒരു തടസ്സം വരരുത് എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അങ്ങയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൻ മരിച്ചു. അപ്പോൾ ആ ഒരു വിഷമം ഇവിടെ ഞാൻ അങ്ങയോട് പറയുമ്പോൾ ഈ അങ്ങയുടെ ഉള്ളിലുള്ള ആ കൃഷ്ണപ്രേമത്തിന് മൂർധന്യാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് മഹാപ്രഭു അവിടെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡാൻസ് കളിക്കുന്നു, കീർത്തനം ചെയ്യുന്നു, എല്ലാവരും കൂടെയുണ്ട്. അപ്പോൾ അതിനൊരു തടസ്സം വരരുത്, അങ്ങേക്ക് വിഷമം തോന്നരുത്, അങ്ങേക്ക് വിഷമം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭുവിന് ആ ഒരു അഭിപ്രായം അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ശ്രീവാസിനോട് അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ കാര്യം മഹാപ്രഭു പറഞ്ഞു, അതായത് ശ്രീവാസ്, എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല, നിൻ്റെ ആ ഒരു അതായത് അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഭഗവാന്റെ സന്തോഷം എന്നുള്ളത് മാത്രം ഇദ്ദേഹം ശ്രീവാസ് ഠാക്കൂർ മനസ്സിലാക്കി ചിന്തിച്ചിട്ടുള്ളൂ. ശ്രീവാസ് ഠാക്കൂറിൻ്റെ ഉള്ളിൽ വിഷമം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല അദ്ദേഹം. എന്നാൽ മഹാപ്രഭുവിൻ്റെ സന്തോഷമാണ് നോക്കിയിരുന്നത്. അപ്പോൾ എന്നാൽ ചൈതന്യ മഹാപ്രഭു അത് കേട്ട ഉടനെ തന്നെ എല്ലാം നിർത്തി ഉടനെ തന്നെ അവിടെ പോകുന്നു. അവിടെ വീട്ടിലുള്ളവരെ എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. ശ്രീവാസിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ചൈതന്യ മഹാപ്രഭു നേരിട്ട് പോയി സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് ആ മരിച്ച മകനെ തിരിച്ചു കൊണ്ടുവരുന്നു. അദ്ദേഹം ജീവൻ കൊണ്ടുവരുന്നു. മകനോട് ചോദിക്കുമ്പോൾ മകൻ പറയും, എൻ്റെ സമയമായി, എന്നെ പോകാൻ അനുവദിക്കണം. ഈ ജന്മത്തിൽ എൻ്റെ അച്ഛനാണ് ശ്രീവാസ്, ഇനി അതല്ലാതെ എനിക്ക് വേറെയും ഭഗവാൻ ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്, അതുകൊണ്ട് എന്നെ പോകാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞ് പിന്നീട് അദ്ദേഹം കുട്ടി പോകുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള പാഠം എന്താണ്? ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ നമ്മൾ കാണാം, മഹാപ്രഭു വളരെ പേഴ്സണലായിരുന്നു. ഇപ്പോൾ ഈ കൃഷ്ണനും ഇവിടെ നോക്കൂ, പേഴ്സണലാണ്. ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ ചെയ്യേണ്ടത് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ കഠിനഹൃദയം അല്ല, ഭക്തിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം. മൃദുലമായിരിക്കണം, എന്നാൽ അതേ സമയത്ത് അറ്റാച്ച്മെൻറ്റും ഈ ഭൗതിക ലോകത്തിലുള്ള ഒന്നിനോട് അറ്റാച്ച്മെൻറ്റും പാടില്ല. എന്നാൽ അതേ സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യുവാനും പറയുവാനും സമയവും അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതെല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു പാക്കേജ് ആവുന്നത്, അപ്പോഴാണ് അത് പൂർണ്ണമാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം അവിടെ ഇവിടെയൊക്കെ അപൂർണമായിട്ടുള്ളൊരവസ്ഥയിലാണ്. ശ്ലോകം 5. സാധയിത്വാ ജാത ശത്രോ സ്വം രാജ്യം കിതവേർഹൃതം ഘാതായിത്വാ സതോ രാജ്ഞ കച സ്പർശാക്ഷതായുഷഃ. ഹരേ കൃഷ്ണ പ്രഭു. Yeah.
വായിക്കും. കൃഷ്ണ പ്രഭു ദണ്ഡവത് പ്രണാമം. ശ്ലോകം 5. സാധയിത്വാ ജാതശത്രോ സ്വം രാജ്യം കിതവൈർഹൃതം സാധയിത്വാ അസദോ രാജ്ഞ കചസ്പർശ ക്ഷതായുഷ. ശ്രീല പ്രഭുപാദർ കി ജയ്. അജ്ഞാത ശത്രുവായി യുധിഷ്ഠിരന്റെ രാജ്യം കൗശല്യക്കാരനായ ദുര്യോധനും കൂട്ടരും തന്ത്രപരമായി അപഹരിച്ചു. ഭഗവത് അനുഗ്രഹത്താൽ രാജ്യം വീണ്ടെടുക്കുകയും ദുര്യോധന പക്ഷത്ത് ചേർന്ന തത്വദീക്ഷയില്ലാത്ത രാജാക്കന്മാർ ഭഗവാനാൽ വധിക്കപ്പെടുകയും ചെയ്തു. രാജ്ഞി ദ്രൗപദിയുടെ തലമുടിക്കെട്ടിനെ പരുക്കമായി കൈകാര്യം ചെയ്യുകയാൽ മറ്റുള്ളവരുടെ ആയുസ് ന്യൂനീകരിക്കപ്പെടുകയും അവരും മരണപ്പെടുകയും ചെയ്തു. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. അജാതശത്രു എന്നാണ് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിനെ പറയുന്നത്. അദ്ദേഹത്തിന് ശത്രുക്കളില്ല, ആരും ശത്രുക്കളല്ല. ശത്രുക്കൾ ആയി മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിലും യുധിഷ്ഠിര മഹാരാജാവിന് ആരും ശത്രുക്കളല്ല. അതുകൊണ്ട് ദുര്യോധനനും മറ്റുള്ളവരൊക്കെ അദ്ദേഹം ശത്രുവായിട്ട് കണ്ടിട്ടില്ല. യുദ്ധം ചെയ്യേണ്ടി വന്നു, അതൊരു ധർമ്മം, ക്ഷത്രിയൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അത് വേണ്ടതായിരുന്നു, അത് വേണ്ടതുകൊണ്ട് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല പാണ്ഡവരുടെ പക്ഷത്തിൽ, ഭീമസേനൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വേണ്ടാന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു. എന്നാൽ ചെയ്യേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്, അത് ക്ഷത്രിയൻ, ഇപ്പോൾ അദ്ദേഹം ചൂത് കളിക്കാൻ വേണ്ടി പോകുന്നതും അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടു കൂടി പോകുന്നതല്ല. അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുമ്പോൾ ക്ഷത്രിയരെ ആരെങ്കിലും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ധർമ്മമുണ്ട് അവർക്ക്. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ടും അദ്ദേഹം അജാതശത്രു, അദ്ദേഹത്തിന് ശത്രുക്കളില്ല. എന്നാൽ ദുര്യോധനും പാർട്ടിയും എന്താണ് ചെയ്തത്? ഇവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനും കൊല്ലുവാനും എല്ലാവിധ രീതിയിലും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ദ്രൗപദി മാതയും ഉപദ്രവിച്ചു, അങ്ങനെ എല്ലാ രീതിയിലും അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ യുധിഷ്ഠിര മഹാരാജാവിനെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമേ അല്ല. അദ്ദേഹത്തിന് ശത്രുക്കളില്ല. ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, കലിയുഗത്തിൽ, അതായത് ബ്രാഹ്മണർ, അതേപോലെ കലിയുഗത്തിന് മുമ്പുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ മുന്നുള്ള യുഗങ്ങളിൽ ബ്രാഹ്മണർ, പശുക്കൾ, സ്ത്രീകൾ, കുട്ടികൾ, അതേപോലെ മുതിർന്നവർ, വയസ്സായിട്ടുള്ളവർ, ഇങ്ങനെ 5 കൂട്ടരെയാണ് പറയുന്നത്. ഈ 5 കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ കലിയുഗത്തിന് മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു. കലിയുഗത്തിൽ ഇതെല്ലാം ഒന്നുമില്ല, ഒരു പ്രൊട്ടക്ഷനും ആർക്കും കൊടുക്കുന്നില്ല. അവനവന് പറ്റുന്നതും തോന്നുന്നതും അവനവന് തോന്നുന്ന കാര്യങ്ങൾ എല്ലാം രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും കീഴിൽ വന്ന് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. എന്നാൽ ഈ 5 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇവിടെ പ്രഭുപാദ് അതുകൊണ്ട് 5 കാര്യങ്ങളിവിടെ എടുത്തു പറയുന്നു. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ 5 പോയിൻ്റായിട്ട് അദ്ദേഹം ഭാവാർത്ഥത്തിൽ പറയുന്നു. ബ്രാഹ്മണരുടെ സംരക്ഷണം, അത് വർണ്ണാശ്രമധർമ്മപ്രകാരം ബ്രാഹ്മണരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പശുക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ പോലെയാണ്. നമുക്ക് അമ്മ പാല് തരുന്നത് പോലെ പശുവും പാല് തരുന്നു. എന്നാൽ പശുവും പാല് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ആത്മീയ പുരോഗതിക്ക് സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ശരിക്കും പാല്, ശുദ്ധമായിട്ടുള്ള പാല്. അതൊരു കാരണം. പിന്നെ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിലും പശുവിൻ്റെ സ്ഥാനം മറ്റുള്ള മൃഗങ്ങളെക്കാൾ ഏറ്റവും മുന്നിലാണ്. പിന്നെ നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ്റെ വളരെ പ്രിയപ്പെട്ടതാണ് പശുക്കൾ, അല്ലേ? അദ്ദേഹം ഗോപാലനായിരുന്നു. അദ്ദേഹത്തിന് 9 ലക്ഷം പശുക്കളുടെ ചുമതല അച്ഛൻ്റെ കീഴിൽ, നന്ദമഹാരാജന് 9 ലക്ഷത്തിന് മുകളിൽ പശുക്കളുണ്ടായിരുന്നു. അതിൻ്റെ ചുമതലയെല്ലാം മകനും ഏറ്റെടുത്തിരുന്നു. അപ്പോൾ ഭഗവാൻ വളരെ പ്രിയപ്പെട്ടവരാണ് പശുക്കൾ. അപ്പോൾ പശുക്കളുടെ സംരക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്, ശാസ്ത്രം പറയുന്നു. 3, സ്ത്രീകളുടെ സംരക്ഷണം വളരെ അത്യാവശ്യമാണ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ പറയുന്നു, ഇങ്ങനെ ആളുകളെ കൊല്ലുവാണെങ്കിൽ കുലക്ഷയം സംഭവിക്കുന്നു, അങ്ങനെ അവിടെ സ്ത്രീകൾ പൊല്യൂട്ടഡ് ആവുന്നു, അങ്ങനെ സംഭവിക്കുന്നു, വേറെ മോശമായിട്ടുള്ള കുട്ടികൾ ജനിക്കുന്നു, അല്ലേ? വർണ്ണസങ്കര സംഭവിക്കുന്നു, പല വർണ്ണങ്ങളും നമ്മൾ കൂടിച്ചേർന്ന് വർണ്ണസങ്കര സംഭവിക്കുന്നു, അങ്ങനെ കുലക്ഷയം, ആ ഒരു ഫാമിലി ട്രഡീഷൻ എല്ലാം നശിച്ചു പോകുന്നു എന്നുള്ളതൊക്കെ
നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൊസൈറ്റിയിൽ സ്ത്രീകളുടെ സംരക്ഷണം വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ലോകത്തുണ്ടാവണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് എന്നാൽ പണ്ടത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ മറ്റുള്ള യുഗങ്ങളിലൊക്കെ സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ സംരക്ഷണത്തിൽ നിൽക്കാൻ അവരും തയ്യാറാണ്. പുരുഷന്മാർ അതിന് പ്രാപ്തരായിട്ടുള്ളവർ സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കീഴിൽ ആ സംരക്ഷണ വലയത്തിൽ നിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു ധർമ്മമായിട്ട് അവർ അംഗീകരിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് അതില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പുരുഷന്മാർ കുറഞ്ഞു. ധർമ്മം ഫോളോ ചെയ്തുകൊണ്ട് എല്ലാം വേണ്ട രീതിയിൽ ചെയ്യുന്ന ആളുകൾ കുറഞ്ഞു. നമ്മൾ പറയുന്നത് ഈ ഒരു ഫുൾ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ശതമാനം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ, സ്ത്രീകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഇപ്പോൾ സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പുറകിൽ നടന്നുകൊണ്ട് പുരുഷന്മാരെ പോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് വേണം, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം, എല്ലാവിധ കാര്യങ്ങൾ അവർ ചെയ്യുന്നതെല്ലാം ഞങ്ങളും ചെയ്യണം, ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതല്ല ശരിക്കും വർണ്ണാശ്രമധർമ്മപ്രകാരം മറ്റുള്ള യുഗങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ഇൻഡിപെൻഡൻസ്, ഈ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ഈ കലിയുഗത്തിൽ വന്നതിന് ശേഷം, കലിയുഗത്തിൻ്റെ പ്രൊഡക്ട്സാണ് അതെല്ലാം, കലിയുഗത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഈ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു, സമാധാനം, അതായത് ആർക്കും ആ ഒരു പവിത്രതയില്ല. അതായത് എല്ലാവരും ഈ അനർത്ഥങ്ങൾ കാരണം മോശമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു ഇക്വിലിബ്രിയം പോയി. അതായത് ഈ സൊസൈറ്റിയിലുള്ള എല്ലാവിധ ഒരു ശാന്തിയും സമാധാനവും എല്ലാം നശിച്ചു. അപ്പോൾ എന്താണെങ്കിലും മൂന്നാമത്തെ കാര്യം പ്രഭു അത് പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യം. നാലാമത് കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യം. കുട്ടികളെ, അപ്പോൾ മൂന്നാമത്തേൽ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം സ്മൃതിശാസ്ത്രങ്ങളിൽ പറയുന്നതാണ്. അവിടെ പറയുന്നു, സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് വരെ അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ് ആ പെൺകുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിനുശേഷം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു ഇനി ഭർത്താവ് മരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ അതിനുശേഷം മക്കളാണ് നോക്കേണ്ടത്. അപ്പോൾ എല്ലാ കാറ്റഗറിയിലും എല്ലാ സിറ്റുവേഷനിലും അവർ ഒരു സംരക്ഷണ വലയത്തിലാണ് ഉള്ളത്. അങ്ങനെയാണ് വേണ്ടത്. ഇനി കുട്ടികളുടെ കാര്യം അത് തന്നെ. കുട്ടികൾ വലുതാവുന്നത് വരെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലായിരിക്കണം എന്നുള്ളത് നമുക്കറിയാം. പ്രഭുപാദ് ഇവിടെ ഗർഭധാന സംസ്കാരത്തെക്കുറിച്ച് ഒന്നും കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതായത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് ഗൃഹസ്ഥാശ്രമത്തിലെ ഒരു കാര്യമാണ്. അത് പ്രോപ്പറായിട്ടുള്ള ധർമ്മം ഫോളോ ചെയ്തുകൊണ്ട്, സംസ്കാരങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു കൃഷ്ണാപോലത്തിലുള്ള കുട്ടി വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുമ്പോൾ ആ ഒരു കാര്യം ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ, അത് ധർമ്മത്തിന് അനുകൂലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കാമം എന്ന് പറയുന്നത് ഞാനാണ് എന്ന് പറയുന്നു ഭഗവത്ഗീതയിൽ. എന്നാൽ അത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ആ ഒരു ധർമ്മം നമ്മൾ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ധർമ്മം തെറ്റിക്കുകയാണ് ചെയ്യുന്നത്, നിയമങ്ങൾ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും കൂടെ എടുത്തു പറയുകയാണെങ്കിൽ, അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ അവിഹിതമായിട്ടുള്ള വിവാഹത്തിലല്ലാത്ത സ്ത്രീയുമായിട്ട്, പുരുഷന്മാർ സ്ത്രീയുടെ അടുത്ത് പോകുന്നു, സ്ത്രീകൾ പുരുഷന്മാരുടെ അടുത്ത് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുമ്പോഴും ലൈസൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് എന്തും ചെയ്യാന്നുള്ളതല്ല. അവിടെയും ഒരു നിയമങ്ങളുണ്ട്. എന്നാൽ ഈ നിയമങ്ങളൊന്നും ആരും പാലിക്കുന്നില്ല ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് പറയുന്നത്, ഗർഭധാന സംസ്കാരം എന്ന് പറയുന്ന ഒരു സംസ്കാരം ഫോളോ ചെയ്തുകൊണ്ട് അങ്ങനെ കുട്ടികളെ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കൃഷ്ണോപത്തിലുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുവാൻ ഒരുമിച്ച് വരാം. അല്ലാത്ത സമയത്ത് ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുകയാണെങ്കിലും അവിടെയും ഒരു എല്ലാ രീതിയിലും ഒരു കൺട്രോൾ വേണം എന്നുള്ളതും ശരിക്കും പറയുകയാണെങ്കിൽ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത്. അത് വേറെ കാര്യം. അടുത്ത ജനറേഷനെ ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാര്യം മുമ്പിൽ നിൽക്കുന്നത് കാളിയൻ്റെ പോലെ
പത്തി ഉയർത്തിക്കൊണ്ട് 1000 തലകളുമായിട്ട് ഈ ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും, അതായത് അഡ്വാൻസ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ടെക്നോളജി കൂടുന്നു, അത് കൂടുന്നു എന്ന് പറഞ്ഞ് എല്ലാം തലതിരിഞ്ഞ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ കുട്ടികൾക്കും പുതിയ ജനറേഷനൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ചലഞ്ചായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അത് എങ്ങനെ ധർമ്മത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അധർമ്മമാണ് കൂടുതൽ ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അധർമ്മികളായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ, പുതിയ ജനറേഷൻസൊക്കെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുള്ളത്, നമുക്ക് കഴിയാവുന്ന രീതിയിൽ വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും വേണ്ട രീതിയിൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു കൾച്ചർ വീട്ടിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കുട്ടിക്കാലം മുതലേ അവരിത് പഠിച്ചു വരുവാണെങ്കിൽ അവർക്ക് ഗുണമുണ്ടാവും. ഇടയിൽ ചിലപ്പോൾ കോളേജിൽ പോകുമ്പോഴും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ ഇതിൽ നിന്ന് കുറച്ച് പുറകിലോട്ട് പോവാം. പക്ഷേ ആ ഒരു ബേസ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഫൗണ്ടേഷൻ അവർക്കുണ്ടെങ്കിൽ എന്തെങ്കിലും അവർ തിരിച്ചു വരും തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഈ ജന്മത്തിൽ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത ജന്മത്തിലെങ്കിലും അവർ തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് വലിയൊരു റെസ്പോൺസിബിലിറ്റി എല്ലാവരുടെ മുമ്പിലുമുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. അടുത്ത ജനറേഷനെ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളും അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ആളുകൾക്കും ഇതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട്, പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പുറമെയുള്ള ആളുകളെ പറഞ്ഞാൽ പിന്നെയും മനസ്സിലാവും. ഫാമിലിയുള്ള ആളുകളെ ഭക്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയ ചലഞ്ചാണ്. അത് ഭക്തിയിലുള്ള ആളുകൾക്കറിയാം. അത് എല്ലാവർക്കും അതിനുള്ളൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. ചില വീടുകളിലും ചില കുടുംബത്തിലും ഉണ്ടാവും എല്ലാവരും ഫേവറബിൾ ആവുന്നത് പെട്ടെന്ന് തന്നെ. എന്നാൽ ചില ഫാമിലിയിൽ വളരെ പരിതാപകരമായിരിക്കും. എന്നാൽ അതേ വ്യക്തി പുറമേ 100 ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. ഫാമിലിയിലുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇത് സ്വാഭാവികമാണ്, ഇതൊരു വലിയ അത്ഭുതമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ വ്യക്തിക്ക് തോന്നേണ്ട ആവശ്യമല്ലോ എൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ മാറ്റാൻ സാധിക്കുന്നില്ല, എന്നിട്ടാണോ ഞാൻ ഈ പ്രചരണം ചെയ്യുന്നത്? കാര്യം കുടുംബത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് കർമ്മം അനുസരിച്ചിട്ട് ചിത്രകർമ്മണ ഭാഗവതത്തിൽ പറയുന്നൊരു വാക്കാണ്, ദശമസ്കന്ധത്തിൽ. കർമ്മത്തിൻ്റെ ആ ഒരു സൈക്കിൾ അനുസരിച്ച് 2 വ്യക്തികൾ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ വരുന്നു, അത്രയേ ഉള്ളൂ ബന്ധം. അല്ലാതെ ആരും തമ്മിൽ ശാശ്വത കാലത്തെ ബന്ധങ്ങളൊന്നും ഇല്ല ഇവിടെ. അത് ഏത് ഫാമിലി റിലേഷൻ ആണെങ്കിലും ഈ ജന്മത്തിൽ കർമ്മം അനുസരിച്ച് ഒരേപോലുള്ള കർമ്മങ്ങൾ ഉള്ളവരും അനുഭവിക്കാൻ ഒരുമിച്ച് എന്തെങ്കിലും കോമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരും. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഉള്ള സമയത്ത് ആ റെസ്പോൺസിബിലിറ്റിയോട് കൂടി നമ്മളിതെല്ലാം നോക്കി കാണണം. കാര്യം ഭഗവാന്റെ സൂപ്പർവിഷനിലാണ് ഈ കർമ്മവും പ്രവർത്തിക്കുന്നത്, അത് ഓർക്കണം. അങ്ങനെ എങ്ങനെയെങ്കിലും വരുന്നതല്ല, ഭഗവാന്റെ സൂപ്പർവിഷനിലും ഭഗവാന്റെ സമ്മർദ്ദത്തോട് കൂടിയിട്ട് തന്നെയാണ് 2 വ്യക്തികൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വരുന്നത്, സംശയമില്ല. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി വേണം. എന്നാൽ അതിനപ്പുറത്ത് റെസ്പോൺസിബിലിറ്റിയോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഒരു ചിന്തയും കൂടെ നമുക്ക് വേണം. ഇതെല്ലാം ടെമ്പററി ആണ്, ഇതെല്ലാം താൽക്കാലികമാണ് എന്നുള്ളൊരു ബോധം കൂടെ നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ്. അപ്പോൾ വീട്ടിലുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ വരുന്ന സാഹചര്യം, നമ്മുടെ കർമ്മത്തിൻ്റെ ബാഗേജും ആ വീട്ടിലുള്ള ആളുടെ കർമ്മത്തിൻ്റെ ബാഗേജും വ്യത്യാസമുണ്ട്. 2 പേരുടെയും ഉള്ളിലുള്ള ആ ക്രെഡിറ്റുകൾ വ്യത്യാസമുണ്ട്, അക്കൗണ്ട് കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു കോമണാലിറ്റി ഉള്ളതുകൊണ്ട്, ചെറിയൊരു കർമ്മത്തിന് എന്തെങ്കിലും മാച്ചിങ് ഉള്ളതുകൊണ്ടും അനുഭവിക്കുന്ന കാര്യത്തിലും നമ്മളൊരു ഉപകരണമായി മാറുന്നു. മറ്റുള്ളവരുടെ കർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കർമ്മം അനുഭവിക്കാനുള്ള ഒരു ഉപകരണമായി മാറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് സംഭവിക്കുന്നത്. എ എന്ന് പറയുന്ന വ്യക്തിയും ബി പറയുന്ന വ്യക്തിയും 2 പേരും വീട്ടിലേക്ക് വന്ന് എയും ബിയും ഒരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ എയുടെ കർമ്മം അനുസരിച്ച് എയുടെ കർമ്മത്തെ മുന്നോട്ട് അല്ലെങ്കിൽ കർമ്മം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ബി ഒരു ഉപകരണമായി മാറുന്നു. അങ്ങനെ വരുന്നു. അതേപോലെ തിരിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. അത് എവിടുന്നോ വരുന്നു, കുറച്ചു കാലം ഒരുമിച്ച് നിൽക്കുന്നു, പിന്നെ എയും ബിയും സെപ്പറേറ്റ് ആയി പോകുന്നു, പിന്നെ ഒരു ബന്ധമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിൽ ഇരിക്കുന്ന സമയത്ത് എന്നാൽ ഉത്തരവാദിത്തത്തോടു കൂടി റെസ്പോൺസിബിലിറ്റിയോടു കൂടി നമ്മൾ ചെയ്യണം. കാര്യം ഭഗവാനാണ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും. അപ്പോൾ
എന്താണോ ഭഗവാൻ തീരുമാനങ്ങൾ എന്താണോ അതനുസരിച്ച് എന്താണോ നടക്കുന്നത് അത് ആ സമയത്ത് വളരെ പ്രോപ്പറായിട്ട് തന്നെ ഉത്തരവാദിത്വങ്ങളോടുകൂടി തന്നെയായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഗർഭധാന സംസ്കാരത്തെക്കുറിച്ച് എടുത്ത് പറയുന്നു. അത് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നമ്മളിവിടെ ചർച്ച ചെയ്തത്. പിന്നെ 5ാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് വയസ്സായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത്. കാര്യം വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ വരുമ്പോൾ അങ്ങനെ വയസ്സായിട്ടുള്ളവരെയും വൃദ്ധരെയും നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതും ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കട്ടെ. ശ്ലോകം 6. ഓക്കെ, 6 കൂടെ നോക്കാം. ശ്ലോകം 6. യാജയിത്വാശ്വമേധൈസ്ത്വം ത്രിഭിർ ഉത്തമകൽപകൈ തദ് യശാ പാവനം ദിക്ഷു ശതമന്യോർ ഇവാതനോത്. ഗീത മുരളി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 6. ഓം നമോ ഭഗവതേ വാസുദേവായ. യാജയിത്വാ അശ്വമേധൈസ്ത്വം ത്രിപുരുത്തമകൽപകൈ തദൃശ പാവനം ദിക്ഷു ശതമന്യോരിവാദനോൽ. വർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേരണയാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ 3 അശ്വമേധ യജ്ഞങ്ങൾ ഉചിതമായി നിർവഹിച്ചു. അപ്രകാരം അദ്ദേഹത്തിന്റെ യശസ് ദേവേന്ദ്രനെ പോലെ സർവ്വ ദിക്കുകളിലും വ്യാപിച്ചു. ഇന്ദ്രൻ ഇത്തരം 100 അശ്വമേധ യജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു സൂപ്പർവിഷനിൽ യുധിഷ്ഠിര മഹാരാജാവ് 3 അശ്വമേധ യജ്ഞമാണ് നടത്തുന്നത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ പറയുന്നു, എന്നാലും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കീർത്തി, അദ്ദേഹത്തിൻ്റെ ഫെയിം ലോകം മുഴുവനും അറിഞ്ഞിരുന്നു. ലോകം മുഴുവനും മാത്രമല്ല, ഈ ഭൂമണ്ഡലം മാത്രമല്ല, സ്വർഗ്ഗലോകങ്ങളിലും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പേര് അറിയുമായിരുന്നു. അത്രമാത്രം ഫേമസ് ആയിരുന്നു യുധിഷ്ഠിര മഹാരാജാവ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ദ്രദേവൻ 100 അശ്വമേധ യജ്ഞം ചെയ്തിട്ടാണ് ഇന്ദ്രൻ്റെ പൊസിഷൻ കിട്ടിയിട്ടുള്ളത്. ഇന്ദ്രൻ്റെ ആ ഒരു കീർത്തി അല്ലെങ്കിൽ ഒരു ഫെയിമിനേക്കാളും അല്ലെങ്കിൽ ഇന്ദ്രനേക്കാൾ കൂടുതൽ യുധിഷ്ഠിര മഹാരാജാവിനെ അറിഞ്ഞു തുടങ്ങി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ദ്രനെ പോലെ കൂടുതലോ അല്ലെങ്കിൽ കൂടുതലെന്നല്ല ഇവിടെ പറയുന്നത്, ഇന്ദ്രനെ പോലെ ലോകം അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം മുഴുവനും അറിഞ്ഞു തുടങ്ങി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫെയിം, അദ്ദേഹത്തിൻ്റെ കീർത്തിയെക്കുറിച്ച്, യശസ്. ഇവിടെ പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ ഒരു കമ്പാരിസൺ എന്തിനാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ 100 അശ്വമേധ ഇന്ദ്രൻ ചെയ്തിട്ടുണ്ട്, യുധിഷ്ഠിര മഹാരാജാവ് 3 ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു 3 അശ്വമേധ യജ്ഞം കൊണ്ട് തന്നെ യുധിഷ്ഠിര മഹാരാജാവ് ഇന്ദ്രനെ പോലെ ഫേമസ് ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ യുധിഷ്ഠിര മഹാരാജാവ് ഒരു ശുദ്ധഭക്തനാണ് എന്നാണ് പറയുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് ഒരു ഭക്തനായതുകൊണ്ട് ഇന്ദ്രനും തീർച്ചയായിട്ടും ഒരു ഭക്തനാണ്, സംശയമൊന്നുമില്ല. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഒരു പൊസിഷൻ പറയുവാണ്. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഭക്തി കാരണമാണ് അദ്ദേഹം ഫേമസ് ആയത്. അപ്പോൾ 3 അശ്വമേധ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേ ഇന്ദ്രൻ്റെ അതേ ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ യശസ് വരുന്നത്. ഇവിടെ ആ ഒരു കാര്യമാണ് പറയുന്നത്. പ്രഭുപാദ് പറയുന്നു, ഒരു ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ എല്ലാവരോടും ഒരേപോലെയാണ്. എന്നാൽ എന്താണ് യഥാമം പ്രപത്യന്തി താം സദൈവ ഭജാമ്യഹം എന്നുള്ളതും സമൂഹം സർവഭൂതേഷു, എല്ലാവരോടും ഒരേപോലെയാണ് ഭഗവാൻ, എല്ലാവരും ഒരേപോലെയാണ് ഭഗവാനെ സംബന്ധിച്ച്. എന്നാൽ അദ്ദേഹം ഭഗവാന്റെ ഭക്തർക്ക് കൂടുതൽ കീർത്തി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ ഫേമസ് ആവണം ഭക്തർ എന്നുള്ളത്. ഭക്തർ ഫേമസ് ആവാതിരിക്കാൻ ഒളിച്ചിരിക്കും, അവരുടെ വിനയം കൊണ്ട് ഫേമസ് ആവാതിരിക്കാൻ. പക്ഷേ ഭഗവാൻ അവരെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നാലും അഹങ്കാരം വരില്ല അങ്ങനെയുള്ളവർക്ക്. കാര്യം ആ ഒരു ലെവലുള്ള ആളുകളുടെ കീർത്തിയാണ് ഭഗവാൻ കൂട്ടുകയുള്ളൂ. ഭഗവാൻ അറിയാം, ചില ആളുകളുണ്ടാവും പെട്ടെന്ന് ഫേമസ് ആവുന്നവർ, പക്ഷേ അതിൻ്റെ കൂടെ അഹങ്കാരം കൂടെ വരും. അഹങ്കാരം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു.
പിന്നെ എപ്പോൾ തകർച്ച ഉണ്ടാവുമെന്ന് അറിയില്ല, എപ്പോൾ അവർ വീഴുമെന്ന് അറിയില്ല. മറിച്ച് പരിശുദ്ധ ഭക്തർ അവരാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകൾ. പക്ഷെ അവർ ഒളിച്ചിരിക്കാൻ നോക്കും. അതായത് അവരുടെ വിനയം കാരണം അവർ പുറത്ത് വരാതെ ഉദ്ദേശിക്കുന്നത് വളരെ ലോ പ്രൊഫൈലിൽ അവരിയ്ക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ഭഗവാൻ അവരെ കൊണ്ടുവരും, പുറത്തേക്ക് ഫേമസ് ആക്കും. അത് ഭഗവാന്റെ ആഗ്രഹമാണ്. അത് ഭഗവാന്റെ ഒരു ആഗ്രഹമാണ്, അദ്ദേഹം അത് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ അവസാനം പറയുന്നു, സമൂഹം സർവഭൂതേഷു, അതായത് ഭഗവാൻ എല്ലാവരോടും ഒരേപോലെയാണ് എന്നുള്ളത് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നു. എങ്ങനെയാണ് സൂര്യരശ്മി ഒരേപോലെ എല്ലായിടത്തും പടരുന്നത്, അങ്ങനെ അന്ധകാരത്തെ മാറ്റുന്നു. അപ്പോൾ സൂര്യൻ ഒരു പക്ഷാഭേദം കാണിക്കുന്നില്ല ആരോടും. വെളിച്ചം കൊടുക്കേണ്ട സമയത്ത് വെളിച്ചം എല്ലാവർക്കും കൊടുക്കുന്നു. കുറച്ച് കൂട്ടർക്ക് മാത്രം കൊടുത്തു, കുറച്ച് കൂട്ടർക്ക് കൊടുക്കാതിരിക്കുന്നില്ല. അതേപോലെ മഴ പെയ്യുന്ന സമയത്ത് നോക്കൂ, മഴ ആ പ്രദേശത്ത് എവിടെയൊക്കെ പെയ്യുന്നു അവിടെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്നു. അവിടെ പക്ഷാഭേദമില്ല, അവിടെ പാർഷ്യാലിറ്റി ഇല്ല. അപ്പോൾ ഇവിടെ സൂര്യൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പ്രഭു അത് പറയുകയാണ്, ഇത് പാർഷ്യാലിറ്റി കൊണ്ടല്ല, ആർക്കും പാർഷ്യാലിറ്റി ഇല്ല, എന്നാലും ചില സ്ഥലങ്ങളിൽ അന്ധകാരം കാണാം. അതായത് സൂര്യൻ ഒരേപോലെ, നമുക്കറിയാം സൂര്യൻ ഉദിച്ചിരിക്കും, സൂര്യൻ അസ്തമനം എന്ന് പറഞ്ഞ സംഭവമില്ല. സൂര്യൻ അസ്തമിക്കുന്ന സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ സൂര്യൻ ദേവൻ്റെ കുറച്ച് കഴിഞ്ഞ്, ഇതിപ്പോൾ നമ്മൾ ലൈറ്റ് ഇടുന്ന പോലെ കാലത്ത് വരുമ്പോൾ ലൈറ്റ് ഇട്ടുന്നു, ബൾബ് തുറന്നിരിക്കുന്നു, കത്തിക്കൊണ്ടിരിക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, അപ്പോൾ ബൾബ് കിടന്ന പോലെയല്ല സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ സൂര്യരശ്മിയോ അല്ലെങ്കിൽ ആ ഒരു വെളിച്ചോ ഒരിക്കലും മങ്ങുന്നില്ല, ഇരുട്ടാവുന്നൊരു പ്രശ്നവുമില്ല. സ്ഥലം മാറുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ എല്ലാവർക്കും ഒരേപോലെ വെളിച്ചം കൊടുക്കുന്നത് പോലെ അതെപ്പോഴും ജ്വലിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ അവിടെ ഇരുട്ട് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സൂര്യനെ സ്വീകരിക്കാനുള്ള ആ ഒരു റിസെപ്റ്റീവ് പവർ ഇല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ ഡാർക്കായിട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്ത്യയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇരുട്ടായി. ഇവിടെ സൂര്യൻ വേറെ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്ഥലത്ത് സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചമില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഈ ഒരു സമയം അനുസരിച്ച് ഈ ഒരു സമയത്തിൽ ഈ ഒരു സൂര്യരശ്മിയെ സ്വീകരിക്കാനുള്ള റിസെപ്റ്റീവ് പവർ ഇല്ലാത്തത് കൊണ്ടാണ് അതാണ് കാര്യം, വേറെ സ്ഥലത്താണ് സൂര്യനുള്ളത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഭഗവാൻ ആരോടും പക്ഷാഭേദം കാണിക്കുന്നില്ല. ഭഗവാന്റെ മഹാകൃപ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരെയും ഒരേപോലെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൃപ കൊടുക്കുന്നു. എന്നാൽ അതിനെ സ്വീകരിക്കാനുള്ള പാത്രത, അതിനെ സ്വീകരിക്കാനുള്ള പ്രാപ്തി ഉള്ള ആളുകൾ സ്വീകരിക്കുന്നു, പ്രാപ്തി ഇല്ലാത്തവർ അതിനെ സ്വീകരിക്കുന്നില്ല. ഒരേ ചാൻസാണ് ഭഗവാൻ എല്ലാവരും കൊടുക്കുന്നത്. അത് അസുരനാവട്ടെ, ഏത് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ, ദേവതമാരാവട്ടെ, ഏത് കാറ്റഗറിയിലുള്ള ആളുകൾ വേണമെങ്കിൽ എടുത്തോളൂ, എല്ലാവർക്കും ഒരേ ചാൻസ്, ഒരേപോലെ ഭഗവാൻ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ അവസരത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഭക്തിയിൽ മുന്നോട്ട് പോകുന്നവർ രക്ഷപ്പെടുന്നു. ആ അവസരത്തെ ഉപയോഗിക്കാത്തവർ അവിടെ തന്നെ ഇരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഭഗവാന്റെ കൃപയില്ലാഞ്ഞിട്ടല്ല, അത് സ്വീകരിക്കാനുള്ള പാത്രം ശരിയല്ല. ആ പാത്രത്തിൽ നിറച്ച ഓട്ടയാണ്. പിന്നെ എങ്ങനെയാണ് അത് സ്വീകരിക്കാൻ സാധിക്കുന്നത്? അതാണ്. അപ്പോൾ ഭഗവാന്റെ പക്ഷാഭേദം കൊണ്ടല്ല, നമ്മുടെ കുഴപ്പമാണ്. അതായത് പല ഗുണങ്ങളുടെ അധീനതയിൽ വന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും എല്ലാം വേറെയാണ്. അപ്പോൾ പല ആളുകൾക്കും പല ചിന്താഗതിയും പല ആഗ്രഹങ്ങളും, അത് ഭഗവാന്റെ കാരുണ്യം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾ തന്നെ അങ്ങനെ ആക്കിയെടുത്തതാണ്. നമ്മളെ എങ്ങനെയോ ആക്കിയെടുത്തിട്ടുള്ളതാണ്. അല്ലാതെ ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല ഒരിക്കലും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്കിതിൽ നിന്നുള്ള പാഠം, ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ട്, ഇവിടെ ആർക്കും ഇല്ലയെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ട്. ഭഗവാൻ റെഡിയാണ് നമുക്ക് എല്ലാവിധ അനുഗ്രഹവും തരാൻ വേണ്ടി. അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. എന്താണോ പറയുന്നത്, ഭഗവാൻ പറയുന്നത്, ഭഗവത്ഗീതയിലും ഭാഗവതത്തിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്തൊക്കെയാണോ, ഗുരുജനങ്ങൾ പറയുന്നത് എന്താണോ, അതെല്ലാം നമ്മൾ കേട്ടുകൊണ്ട് അത് അനുസരിച്ച് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ കൃപ നമുക്ക് അനുഭവത്തിൽ നമുക്ക് വരും. അനുഭവിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ തോന്നാത്തത് അതിനെ നമ്മൾ വേണ്ട രീതിയിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ഒരുപാട് വേറെ ചിന്തകളാണ് ഉള്ളത്, വേറെ കാര്യങ്ങളാണ്, വേറെ ആഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ട്.
അപ്പോൾ ആ ഒരു കൃപ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. പ്രത്യേകിച്ചും മനുഷ്യ ശരീരത്തിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇനി ഇല്ല കിട്ടാൻ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കി ജായ്, ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജായ്, സമവേദ ഗൗരഭക്തവൃന്ദ കി ജായ്, ഗൗഡിയ ഗുരുവൃന്ദ കി ജായ്, ശചിനന്ദൻ ശ്രീ ഗൗരഹരി കി ജായ്, जय जय श्री राधे श्याम, श्री वृंदावन धाम की जय. थैंक यू. हरे कृष्ण. हरे कृष्णा प्रभु जी. हरे कृष्णा. हरे कृष्णा. हरे कृष्ण. ഹരേ കൃഷ്ണ. കഴിഞ്ഞ പ്രാവശ്യം സംശയമൊന്നും ചോദിക്കാൻ സമയം കിട്ടില്ല. ഇന്നിപ്പോ ടൈമുണ്ട്, 5 മിനിറ്റ് ഉണ്ട്. ചോദിച്ചേട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. പറയൂ. പ്രഭു പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ളവരെയാണ് ഈ ഭക്തിയുടെ മാഹാത്മ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. നമുക്ക് ആ ഒരു അനുഭവത്തെ ആർക്കും അത് കേൾക്കാനും താല്പര്യമില്ല. പക്ഷെ നമ്മള് കൂടുതൽ നമുക്ക് അങ്ങോട്ട് പറയാനും പറ്റത്തില്ല. കാരണം കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു മക്കളാണെങ്കിലും പറയാൻ പാടില്ല എന്നുള്ളതാണല്ലോ. പക്ഷെ അവർക്ക് ആർക്കും അതിനോട് താല്പര്യമില്ല. എന്തിനാ ഈ വ്രതങ്ങളൊക്കെ, എന്തിനാ ഈ നോയമ്പൊക്കെ എടുക്കുന്നത്? നമുക്ക് ആഹാരം കഴിക്കാനല്ലേ അത് തന്നിരിക്കുന്നത്? അതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചില്ലേ നമ്മുടെ ആരോഗ്യം നശിച്ചു പോകും. പിന്നെ അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാതാജി. പറ്റുന്ന രീതിയിൽ നമ്മൾ പറയാൻ നോക്കുക. ഇനി അതിനപ്പുറത്ത് നമ്മുടെ കൺട്രോളിന് അപ്പുറത്താണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്താണെങ്കിൽ അതിന് വഴിക്ക് വിട്ടുകൊടുക്കുക. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ. മക്കളെക്കാളും കൂടുതൽ കൊച്ചുമക്കൾക്കാണ് അതിനോട് താല്പര്യമില്ലാതെ, അവരങ്ങോട്ട് അതിലേക്ക് വരുന്നില്ല. ഞാനെന്നാ ഫുൾ ടൈം ഈ ക്ലാസ്സും കാര്യങ്ങളും വായനയൊക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ക്ലാസ്സിൽ കയറുന്നില്ലേ, സമയമായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന അവരെ നടുക്കുവന്ന് ഇരിക്കണമെന്ന് കേൾക്കണമെന്നൊക്കെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കും. പക്ഷെ ചെയ്യുന്നതിന് താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷെ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. ഇതൊക്കെ ആരോ എഴുതി വെച്ചതാന്നൊക്കെയാണ് പറയുന്നത്. ഇവരോടൊക്കെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കാനൊക്കെ. അതെ അതെ അതെ, വലിയ ബുദ്ധിമുട്ടാണ് മാതാജി. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കണ്ട. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കപ്പാസിറ്റിയിൽ നിൽക്കുന്നതല്ല. എത്രയോ വലിയ ഭക്തർക്ക് ഇപ്പോൾ ശ്രീല പ്രഭുപാദിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ശ്രീല പ്രഭുപാദിൻ്റെ ഫാമിലിയിൽ ആ ഒരു ശരിക്കും ഇങ്ങനെ ഒരു പ്രോസസ്സ് പ്രഭുപാദല്ലാതെ വേറെ ആരും എടുത്തിട്ടില്ലായിരുന്നു. അവരൊക്കെ അവരുടെ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു, അവരുടെ മക്കളും ഭാര്യയൊക്കെ. എന്നാലും ഈ ഒരു രീതിയിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അപ്പോൾ എല്ലാവരും ചലഞ്ചസ് അനുഭവിക്കുന്നുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് ഒന്നും പറയാനും പറ്റൂല. നമ്മള് പറഞ്ഞ മനസ്സിലാവൂല, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പല പ്രശ്നങ്ങളും അപരാധങ്ങളും അവരനുഭവിക്കുന്ന കണ്ടാ നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാറില്ല. അതാ പറയുന്നത്, പറ്റുന്നത് പോലെ പറയാൻ നോക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് വിടുക, പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. അവർക്ക് നല്ല ബുദ്ധി തോന്നാൻ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നി അവർ ഈ ഒരു മാർഗം സ്വീകരിക്കട്ടെ. അത് ഇങ്ങനെയുള്ള അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത് അവർക്ക് മാറാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവരെ മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ച് മാതാജി ഒരിക്കലും വിഷമിക്കരുത്. കാര്യം നമ്മുടെ കപ്പാസിറ്റി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ യാത്ര പോലെയാണ്. നമ്മളൊരു ട്രെയിനിൽ പോകുമ്പോൾ പല പാസഞ്ചേഴ്സിനെയും കാണുന്നു, പല ആളുകളെയും കാണുന്നു. ഇപ്പോൾ 3 ദിവസം ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഡൽഹിക്ക് പോവുകയാണെങ്കിൽ 2 ദിവസത്തിന് മേലെ വേണം. അവിടെ പോകുമ്പോൾ നമ്മൾ അടുത്തുള്ള ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവും, കൂട്ടുകാരാവും, നമ്മൾ ഫ്രണ്ട്സ് ആവും. നമ്മളിപ്പോൾ ഒരുപാട് കാര്യം ചിലപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് ആവും, പിന്നെ അല്ലേ. പക്ഷേ സമയമെത്തുമ്പോൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവർ ഇറങ്ങേണ്ട സ്ഥലത്ത് അവരിറങ്ങുന്നു, നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുന്നു. ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. അത് 2 ദിവസത്തെ യാത്ര നമ്മുടെ ചിലപ്പോൾ ഒരു 50 വർഷത്തെ യാത്രയായിരിക്കും, 60 വർഷത്തെ യാത്രയായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം, ഒരു വ്യത്യാസവും ഇല്ല വേറെ. അപ്പോൾ ഇത്രയും ഓർക്കുക. അപ്പോൾ കൂടുതൽ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പറ്റുന്ന പോലെ ചെയ്യാൻ നോക്കുക. പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ വഴിക്ക് വിടുക. നമ്മുടെ യാത്ര മുടങ്ങാതെ നോക്കുക. അവർ വേറെ വഴിക്ക് അവർ വേറെ വഴിക്ക് പോകുന്നുണ്ട് എന്നുള്ളത്, വേറെ വഴിക്ക് ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങട്ടെ. വേറെ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവർ ഇറങ്ങട്ടെ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമുക്ക് പോവാം. അങ്ങനെ പ്രഭു പറഞ്ഞ പോലെ അങ്ങനെ തന്നെ അങ്ങ് ചിന്തിച്ചങ്ങ് പോവാ, ശ്രദ്ധിക്കുന്നേ ഇല്ല. അവരെ അങ്ങനെ തന്നെ ശ്രദ്ധിച്ചു പോവുക, കൂടെ പ്രാർത്ഥിക്കുക. നമുക്കും ആ ഒരു
അവരോട് കൃപ കാണിക്കണം. അത് പ്രാർത്ഥനയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ ഏതെങ്കിലും ജന്മത്തിൽ നല്ല ഒരു ബുദ്ധി തോന്നി അവർ ഭക്തി മാർഗത്തിലേക്ക് വരും. കാര്യം നമുക്കും വേണ്ടി ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ അവസാനം ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതോ ജന്മങ്ങളിൽ അത്രയും നമുക്ക് ചെയ്യാലോ. പ്രഭു ആഗ്രഹം എല്ലാവർക്കും സ്വന്തം സുഖങ്ങൾ, അവരുടെ കാര്യങ്ങളൊന്നും മുടക്കം കൂടാതെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. അതെ, പക്ഷേ അതാ പറഞ്ഞ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തെറ്റില്ലല്ലോ. അത് ചെയ്യണ്ടേ, അത് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരിത് ഈ മാർഗം സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നില്ല, എതിരാണോ എതിർപ്പാണോ അതൊന്നും നോക്കണ്ട. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അത് നമ്മൾ ചെയ്യുക. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയദായിനി മാതാജി എന്തെങ്കിലും പറഞ്ഞു? ഹരേ കൃഷ്ണ. ഞാൻ ഡൗട്ട് ചോദിച്ചതല്ല പ്രഭു. അല്ല, പ്രഭുപാദിന്റെ ഫാമിലിയിൽ ഒരു കുട്ടി ഇപ്പോ നല്ല ഡിവോട്ടിയാണ്. അത് ഭാഗീരഥി എന്ന് പറഞ്ഞ കുട്ടിയാണ്. മകന്റെ മകളുടെ കുട്ടിയാണ്. ഓക്കെ, ശരി. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് മാതാജി. അതായത് നമ്മുടെ മുമ്പിൽ നമ്മുടെ ആചാര്യന്റെ ഒരു ഉദാഹരണം. അപ്പം നമ്മുടെ ഫാമിലിയിൽ നടക്കുന്നത്, ഇപ്പൊ പ്രഹ്ലാദന്റെ കുടുംബത്തിൽ എന്താ, എല്ലാവരും ഭക്തരായിരുന്നു? ആയിരുന്നില്ല. പ്രഹ്ലാദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ. സോ നമ്മൾ മാനേജ് ചെയ്ത് പോകണം. പ്രഹ്ലാദ് എന്നാൽ അച്ഛനു വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കും ചെയ്യാം. ലൈക്ക് ദാറ്റ്. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാരും വരിക. പ്രഭുജിയോടാദരപൂർവ്വം യാതൊരു മുടക്കവും കൂടാതെ നമുക്ക് കിട്ടണം. അത് മാത്രമല്ല, നാളെ ഇതേ സമയം ഉണ്ടായിരിക്കും. എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരുക. പ്രഭുജിയോട് ആദരപൂർവ്വം നമ്മൾ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ കോടി വർഷവൃത്തിക്ക് നാമ जय श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्ण प्रभु जी प्रार्थना.